വാർത്തകളിലേക്ക് മടങ്ങിയെത്ത റബ്ബർ ഉൽപാദക സംഘങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 5-ന് കണ്ണൂർ കളക്ടറേറ്റ് മാർച്ച് നടത്തും. റബ്ബർ കർഷകരോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെയാണ് മാർച്ച്. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കുക, റബ്ബർ സബ്സിഡി കാലതാമസം കൂടാതെ കർഷകർക്ക് ലഭ്യമാക്കുക, വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് റവറൻ ജോസഫ് പ്ലാംബ്ലാനി മാർച്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന് RPS കോർഡിനേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റബ്ബർ കർഷകർ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, വേദനകൾ, വിലത്തകർച്ച കൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥ. ഏകദേശം പകുതിയോളം കർഷകർ അവരുടെ റബ്ബർ കൃഷി കൊണ്ട് ഉൽപ്പാദനം നടത്താത്ത അവസ്ഥയിൽ അതിൽ വിളവെടുക്കാത്ത രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. കാരണം വിളവെടുക്കുന്നത് നഷ്ടമാണ് എന്നുള്ള രീതിയിലാണ്. വർദ്ധിച്ചു വരുന്ന ടാപ്പിംഗ് കൂലിയും കൃഷി ചെലവുകളും കാരണം കൊണ്ട് റബ്ബർ ടാപ്പിംഗ് നടത്താത്ത ഒരു സാഹചര്യത്തിലാണുള്ളത്. ഞങ്ങൾ റബ്ബർ കർഷക ഹർത്താൽ അന്ന് നടത്താൻ ഉദ്ദേശിച്ചപ്പോൾ കർഷകരൊക്കെ വളരെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം വർഷങ്ങളായിട്ട് ഹർത്താൽ നടത്തുന്നവരാണ് റബ്ബർ കർഷകരിലധികവും. റബ്ബർ കർഷകർ ഇന്ന് ഒരു കാലത്ത് റബ്ബർ എന്ന് പറയുന്നത്, റബ്ബർ കൃഷി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ നട്ടെല്ലായിരുന്നു. പക്ഷേ ഇന്ന് അത് കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. ഏകദേശം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിച്ചിരുന്ന ഒരു കൃഷിയായിരുന്നു, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വിദേശ നാണ്യം ഉൾപ്പെടെ ഇവിടുത്തെ കർഷകരിലേക്ക് നേരിട്ടെത്തുന്ന സംവിധാനമായിരുന്നു റബ്ബർ കൃഷി. ഇവിടുത്തെ ഏറ്റവും വലിയ കൃഷി ആയ റബ്ബർ കൃഷിയെ സർക്കാരും മറ്റ് സംവിധാനങ്ങളും അവഗണിച്ചതിൻ്റെ ഫലമായിട്ട് ആഗോള വ്യാപാര കരാറുകളിലൊക്കെ ഏർപ്പെട്ടതിന് ശേഷം നമ്മുടെ റബ്ബർ ഉൽപ്പന്നത്തിന് ഏറ്റവും വില കുറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ മുട്ടാമ്പറം, പഴയങ്ങാടി.